ടേസ്റ്റി ആയിട്ടുള്ള പാലട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ലൈറ്റ് ബ്രൗൺ കളറിൽ വന്നതിന് വേണ്ടി ഈ റൈസ് അടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം കുക്ക് ചെയ്യുന്ന പാനിൽ കുറച്ച് നെയ്യ് ഒഴിക്കും. ഇത് പാല് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് പാല് അതിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെച്ച് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് സോസ് പാനിൽ വാട്ടർ ബോയിൽ ചെയ്ത് നമുക്ക് അടയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അട നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അട കുക്ക് ചെയ്ത് വരുന്നുണ്ട്. അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. അട ഒരു 80% കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡ്രെയിൻ ചെയ്ത് കുറുകി വരുന്ന പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അടയും ഇട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം മധുരം ചേർത്ത് നന്നായിട്ട് ഇളക്കി വീണ്ടും ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഫ്ലെയിം കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കി കുക്ക് ചെയ്യണം. ശേഷം കാർഡമം പൗഡർ ഇട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി പാലട റെഡി. ശരിക്കും പറഞ്ഞാൽ ഈ പാല് നല്ല കണ്ടൻസ്ഡ് ആയിട്ടായിരിക്കും കേട്ടോ. ആദ്യം പാല് തന്നെ ഒരു 1 അവറോളം ഞാൻ കുക്ക് ചെയ്ത് കണ്ടൻസ്ഡ് വീണ്ടും ഷുഗറും ചേർത്ത് കുക്ക് ചെയ്ത് അടിപൊളി